വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉപ്പുമുളകുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റോ ന്യൂസോ ഒന്നും തന്നെയല്ല. നമ്മൾക്ക് തോന്നുന്നത്, അതായത് ഈ 2024 ഒരു പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും ആരാണെന്നുള്ളത്. ശ്രീകുട്ടൻ എന്ന ഉപ്പുമുളകിലെ ക്യാരക്ടർ. നമുക്കറിയാം 2024 സ്റ്റാർട്ടാവുന്നത് തന്നെ പടവലം എപ്പിസോഡോട് കൂടിയാണ് എന്നുള്ളത്. അതിൻ്റെ പ്രോമോസൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് എപ്പിസോഡ് തന്നെയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഈ ഒരു പടവലം അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ എപ്പിസോഡൊക്കെ ഉപ്പുമുളകിൽ വരുന്നത്. സീസൺ 2 ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ഔട്ട്ഡോർ എപ്പിസോഡ് വരാറുള്ളൂ. സീസൺ 1 ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും സീസൺ 2 അത്രത്തോളം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഔട്ട്ഡോർ എപ്പിസോഡിൽ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ കൂടുതൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും പടവലത്തേക്കാണ് വരുന്നത്. പടവലത്ത് ഉപ്പുമുളകും ആ ഒരു ഗ്രാഫിൽ ഉള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഭവാനിയമ്മയും കുട്ടൻപിള്ളയും തന്നെയാണ്. പക്ഷേ ഇവർക്ക് 3 മക്കളുള്ള പോലെ കാണിക്കുന്നുണ്ട്. ഒന്ന് ശ്രീരാജു, ശ്രീകുട്ടനും പിന്നെ നീലു. അതിൽ ഈ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം സീസൺ 1 എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാലുവിൻ്റെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ശ്രീകുട്ടൻ എന്നത്. മാത്രമല്ല ഉപ്പുമുളകും സീസൺ 1 വിജയത്തിന് ഒരു പ്രധാന കാരണം ഈ ഒരു ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഒന്ന് കൂടി തന്നെയായിരുന്നു. കാരണം ബാലുവിൻ്റെയും ശ്രീകുട്ടൻ്റെയും കോംബോ അത് അത്രത്തോളം ഫ്രഷ് ആയിരുന്നു, അത്രത്തോളം ഓഡിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കോംബോക്ക് വേണ്ടി മാത്രം എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരുന്ന കുറേ പ്രേക്ഷകരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 200ഓളം എപ്പിസോഡുകളിൽ ശ്രീകുട്ടൻ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗൾഫിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രത്തെ ഒരു പതിയെ ഒഴിവാക്കി. പിന്നെ ഉപ്പുമുളകും നല്ലൊരു ആ ഒരു ക്ലച്ച് പിടിച്ച് പോയി. ഒരു 700ാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ 600 സംതിങ് എപ്പിസോഡിൽ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രത്തെ പ്രേക്ഷകരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഉപ്പുമുളകും ടീം തിരിച്ചു കൊണ്ടുവന്നിരുന്നു. പ്രേക്ഷകർ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റീ എൻട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ഡയറക്ടർ ഉപ്പുമുളകിലോട്ട് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വന്ന ശേഷം ഇവർ രണ്ടിൻ്റെയും കോംബോ പഴയതിൽ യാതൊരു മാറ്റവും വരുത്താതെ തന്നെ അടിപൊളിയായിരുന്നു. ബാലുവിൻ്റെയും ശ്രീകുട്ടിൻ്റെയും കോംബോ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡുകളിലൊക്കെ അടിപൊളി ഇവർ രണ്ടിൻ്റെയും കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ടൈമിങ്ങും രണ്ടുപേരുടെയും ആക്ടിങ്ങും തന്നെയാണ് ഇവർ രണ്ടുപേരെയും വേർപ്പെടുത്തി നിൽക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന്. ഏതായാലും ഇപ്പോൾ 2024 സ്റ്റാർട്ടായിരിക്കുകയാണ്. 2024 ആദ്യ എപ്പിസോഡ് തന്നെ പടവലം എപ്പിസോഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പടവലം എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും ആദ്യം മനസ്സിലായിരുന്നത് ശ്രീകുട്ടൻ തന്നെയായിരിക്കും. കാരണം ശ്രീകുട്ടൻ ബാലു കോംബോ പടവലം എപ്പിസോഡിൽ അടിപൊളിയായിട്ടുള്ളായിരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 600 സംതിങ് എപ്പിസോഡിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ എപ്പിസോഡ് നിങ്ങളെടുത്ത് നിന്ന് റീവാച്ച് ചെയ്താൽ മനസ്സിലാവും അതിൽ ഇവരുടെ കോംബോ എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഈ സീസൺ 2 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ 2024 നമ്മൾ കുറേ റീ എൻട്രീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു മെയിൻ റീ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ശ്രീകുട്ടൻ്റെയും കൂടെയാണ്. ഇപ്പോൾ തുടങ്ങുന്നത് തന്നെ പടവലം എപ്പിസോഡ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് ഒരു കുറച്ച് എപ്പിസോഡുകൾക്കെങ്കിലും ശ്രീകുട്ടനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും എന്നുള്ളത് കൺഫേമാണ്. ഇപ്പോൾ ഡയറക്ടർ മാറിയ സ്ഥിതിക്ക് രാജേഷ് ഏട്ടൻ ഈ 2024 കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് പ്രേക്ഷകരായിട്ട് നമ്മളുടെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.